അനുമോദിച്ചു. തൃക്കണായി 14-ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് T മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് E ചരൺകുട്ടി സ്വാഗതം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പരിമിതമാണ്. അതുകൂടാതെ സ്ട്രീറ്റ് ലൈറ്റോ മറ്റ് വെളിച്ചത്തിനുള്ള മറ്റ് പ്രായോഗികമായ യാതൊരു സംവിധാനവും ആ കാലത്തുണ്ടായിരുന്നു. അയൽപക്കത്തുള്ള ഏതെങ്കിലും ഒന്നിനോട്ട ദൂരെയുള്ള വീടുകളിൽ കാണുന്ന ചിമ്മിനി വിളക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രദേശവും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം അതിനൊക്കെ വ്യത്യാസം വന്നു. കാലം പുരോഗമിച്ചു. ആ പുരോഗമനത്തിനനുസരിച്ചുകൂടി നമ്മുടെ ഈ കൊച്ചു ഗ്രാമവും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തും വളരെയധികം വികസന പ്രവർത്തനങ്ങൾക്ക് കൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ തന്നെ വളരെയധികം വ്യത്യസ്തത പുലർത്തി വളരെയേറെ നമ്മുടെ രാജ്യം കുതിക്കുന്നു. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് സ്നേഹമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ എന്ന് നോക്കിയാൽ നാട്ടിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ ഞെട്ടിക്കുന്നതും അപമാനപ്പെടുത്തുന്നതും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾ മറ്റ് കൂട്ടുകെട്ടുകളിൽ പെട്ട് വഴി തെറ്റാതെ നമ്മുടെ രക്ഷിതാക്കൾ എന്താണ് എന്തുദ്ദേശത്തിലാണ് അവരെ മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിടുന്നത്, അതിൻ്റെ 100% അത് തിരിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും നാടിനും കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രശസ്തി നേടാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. മറ്റ് ദീർഘമായി ഞാനൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട പ്രസിഡന്റും മറ്റ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം. ഇന്നിവിടെ സമ്മാനം അല്ലെങ്കിൽ അവാർഡ് കരസ്ഥമാക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്ന മറ്റു കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനമാണ്. അവരും അടുത്ത വർഷത്തിൽ ഇതുപോലെ +2 SSLC തന്നെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ഈ നാടിൻ്റെ പ്രശസ്തി ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ട പ്രയത്നം ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ കാര്യങ്ങൾ പറയണമെന്ന് കരുതിയാണ് വന്നത്. ഇവരെല്ലാവരും അത് ഏറെക്കുറെ പൂർത്തീകരിച്ചു. എന്തെങ്കിലും ബാക്കി വയ്ക്കുന്നതാണ് കരുതിയത്. എല്ലാവരും അത് കൈകാര്യം ചെയ്തു. എനിക്കൊരു കാര്യമാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ 22 വാർഡുകളാണുള്ളത്. നമ്മുടെ ബൂത്ത് പഴയന്നൂരിൽ മൊത്തം 30 എണ്ണാണുള്ളത്. ഞാൻ മണ്ഡലം പ്രസിഡന്റായിരുന്ന ആളാണ്, ഇപ്പോഴും ഭാരവാഹിയായിരിക്കുന്നവരാണ്. എന്നോട് നമ്മുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് നിങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ഏറ്റവും നല്ല വാർഡ് ഏതാണ്, ഏറ്റവും നല്ല ബൂത്ത് ഏതാണ് എന്ന് ഏത് സദസ്സിൽ വെച്ച് ചോദിച്ചാലും അഭിമാനത്തോടുകൂടെ ഞാൻ പറയും അത് 14-ാം വാർഡാണ്, തൃക്കണായിലാണ് എന്ന്. കാരണം ഇന്ന് ഈ നിമിഷം വരെ നേതാക്കന്മാരുടെ സാന്നിധ്യമുണ്ടായാലും നേതാക്കന്മാരുടെ അസാധ്യാനമുണ്ടായാലും ഇവിടുത്തെ പ്രവർത്തനത്തിന് കരുത്തു പകരാൻ, ഇവിടുത്തെ പ്രവർത്തനം മറ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് മാതൃകയാവാൻ, കോൺഗ്രസിന്റെ ഇതര ബൂത്തുകൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജമാവാൻ ആർക്കൊക്കെയാണ് സാധിക്കുക എന്ന് മണ്ഡലം കമ്മിറ്റി വിലയിരുത്തിയപ്പോൾ അത് 175-ാം ബൂത്തിനും 177-ാം ബൂത്തിനുമാണ്. അതിന് കാരണവരായി ഈ 2 പ്രദേശത്തിന്റെയും കൈത്താങ്ങായി ആരൊരു തീരുമാനമെടുത്താലും അത് മാറ്റം വരുത്താനും അത് നടപ്പിലാക്കാനും ഏറെ ബഹുമാന്യനായ ശ്രീ ഈശ്വരൻകുട്ടിയേട്ടൻ എന്ന് വിളിക്കുന്ന കണ്ണേട്ടൻ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ ഒരു വിജയമാണ് ഇന്നിവിടെ കണ്ടത്.
ഈ പരിപാടി നടക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ നടന്നു കഴിഞ്ഞു. കാരണം നമുക്കറിയാം ഒരല്പം സമയം വൈകി എന്നത് സത്യമാണ്. പക്ഷെ ഈ പരിപാടി നടക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തലനാടിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ മുരളീധരൻ, അധ്യക്ഷ വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും പേര് സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു സാഹചര്യത്തിനും ബുദ്ധിമുട്ടില്ല. ആരെയും വിട്ടുപോകാതിരിക്കാൻ എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം നമുക്ക് മറിക്കാതെ നേരത്തെ പഠിച്ചു തന്നതാണ്. നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളും നമ്മളിവിടെയാണ് നടത്താറ്. അതുകൊണ്ട് ഇനി അവരകത്തേക്ക് കയറണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളൊക്കെയാണെന്നുള്ള നിലയിലാണ് നമ്മുടെയൊക്കെ ഇരുന്നത്. ഇങ്ങനൊരു വലിയ നല്ല സദസ്സ് നമ്മുടെ മക്കളും രക്ഷിതാക്കളും നമ്മളെ ആ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ കൂടെ നിന്ന് നമ്മളെ പരിശ്രമിച്ച കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ നമ്മുടെ അമ്മമാരും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും നമ്മൾ പലപ്പോഴും മറക്കുകയാണ്. ഒരു കുടുംബത്തൊരു കുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചെത്തണമെങ്കിൽ തന്നെ ഇപ്പോ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, പണ്ടത്തെ പോലെ സ്കൂളിലേക്ക് നമ്മൾ നടന്നു പോകില്ല, വണ്ടിയിൽ പോകണം, ഷൂസ് വേണം, കോട്ട് വേണം. നമുക്കിതുപോലെ ആഘോഷമായിട്ട് നിങ്ങൾ അവാർഡുകൾ വാങ്ങിക്കൊണ്ടുവരുന്നത് കാണാനും നിങ്ങളെ ഞങ്ങൾക്ക് ചെറിയ കൈത്താങ്ങായി പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല പരിപാടിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ ഇവിടുത്തെ ബൂത്ത് വാർഡ് കമ്മിറ്റികളിലെ മുഴുവൻ ആളുകൾക്കോടുള്ള പ്രത്യേക കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന്റെ ഭാരവാഹികളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥിനികളെ അവരുടെ രക്ഷിതാക്കളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാനുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. Okay.